പ്രൈസലോ കർത്താവിൻ്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്ത് വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേൽ പ്രവാചകനെതിരെ അല്ലെങ്കിൽ രേഖ എഴുതി തന്നെ സിംഹത്തിന്റെ കുഴിയിലിട്ട് കളയുവാൻ രാജാവിന്റെ കയ്യിൽ നിന്ന് രേഖ എഴുതിച്ചു. ആ വിവരത്തെക്കുറിച്ച് ദാനിയേൽ പ്രവാചകൻ അറിഞ്ഞപ്പോഴേ താൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിനെതിരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്ത് വന്നതുപോലെ ദാനിയേലിന് ദാനിയേലിന് മുമ്പേ പ്രാർത്ഥനയുടെ സ്വഭാവമുണ്ട്. താൻ മുമ്പേ തന്നെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഈ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്തു. അപ്പൊ ഡെയിലി 3 പ്രാവശ്യം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ദാനിയേൽ പ്രവാചകനെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് ആമേൻ രക്ഷപ്പെടുവാൻ കാരണമായത്. പ്രാർത്ഥിക്കുന്നവനെ സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടിട്ടാലും എരിയുന്ന തീച്ചോളയിൽ കൊണ്ടിട്ടാലും ആമീൻ വറച്ചട്ടിലിട്ട് വറുത്താലും പത്മോസിന്റെ ഏകാന്തതയിൽ കൊണ്ട് തള്ളിയാലും പ്രാർത്ഥിക്കുന്നവനെ ദൈവം രക്ഷിക്കും. പ്രൈസലോ. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അതികഠിനമായിരുന്നാലും അത് തീ കൊണ്ട് ശോധന ചെയ്യുന്ന പോലെ നീ കടന്നു പോകുന്ന മേഖലയായിരുന്നാലും കഷ്ടതയുടെ, സങ്കടത്തിന്റെ, നിന്ദയുടെ, അപമാനത്തിന്റെ, പരിഹാസത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, ജീവിതം തകർന്നു പോകുന്ന ഏതു മേഖലയിലൂടെ നീ പോയാലും പ്രൈസലോ, ലോകം മുഴുവൻ നിനക്കെതിരായാലും നിന്റെ മാതാപിതാക്കൾ, സഹോദരങ്ങളും, ബന്ധുമിത്രാദികൾ, നിന്നെ സ്നേഹിച്ചവരും നീ സ്നേഹിച്ചവരും എല്ലാം നിനക്കെതിരെ നിന്നാലും ദാനിയേൽ പ്രവാചകൻ ദിവസവും മുമ്പേ ചെയ്തു വന്നതുപോലെ ദൈവത്തിനെ മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി സ്തോത്രം ചെയ്തുവൻ നീ സ്തോത്രം ചെയ്യുന്നെങ്കിൽ നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ പരാജയത്തെ നിന്റെ കണ്ണോട് കാണാൻ കഴിയും, വ്യക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രശ്രോതാവി, തകർച്ച ഒരു പരാജയമല്ല. പരാജയം ഉണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്. പ്രൈസോ. നിന്റെ ഏത് പ്രശ്നത്തിനും മറുപടി ദൈവം തരും. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ ഉയർച്ചയെ കുറിച്ചാണ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 തൊട്ട് വാക്യങ്ങൾ വായിക്കുന്നത്. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാരിയാവേശിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നതുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഇപ്പൊ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ ദാനിയേൽ അടക്കമുള്ള എബ്രായ ബാലന്മാർ ബാബിലോണിലെത്തി. നെബൂഖദ്നേസറിന് ശേഷമായി അദ്ദേഹത്തിന്റെ മകൻ ബേൽശസ്സർ വന്നു. ശേഷം ദാരിയാവേശ് കോരേശിനെ നമുക്കറിയാം. 4ാമത്തെ രാജാവായി വന്ന ദാരിയാവേശിന്റെ കാലഘട്ടത്തിലാണ് ദാനിയേലിനെതിരെ വലിയ കുറ്റാരോപണം ബാബിലോണിൽ ഉണ്ടായിരുന്നവർ കൊണ്ടുവരുന്നത്. എന്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നാം വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യഭരണ ചുമതല ഉണ്ടായിരുന്ന മൂവരിൽ ഒരുവൻ മാത്രമായിരുന്നു അന്ന് ദാനിയേൽ. എന്നാൽ ദൈവം അവന് നൽകിയ പ്രത്യേക കഴിവുകൾ അവനെ സർവ്വ രാജ്യത്തിനും അധികാരിയാക്കുവാൻ രാജാവ് തീരുമാനിച്ചു.
തന്മൂലം മറ്റുള്ളവരുടെ അസൂയയ്ക്കും സംഗതിക്കും അല്ലറിയ അവൻ പാതിപുത്രനായി. പ്രത്യേകിച്ചും അവനൊരു ഒരു വിദേശിയായതുകൊണ്ട് അല്ലേറിയ ഒരു വിദേശിയായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനെ അപായപ്പെടുത്തണമെന്ന് ബാബിലോണിൽ ഉണ്ടായിരുന്ന ദേശാധിപതികൾക്ക് ഒന്നിച്ച് കൂടിയാലോചന നടത്തുകയാണ്. അല്ലേറിയ അപ്പൊ ഇസ്രായേലിനെതിരെ ഇന്നും അത് തന്നെയാണ്. അല്ലേറിയ അന്ന് ബാബിലോണിൽ വെച്ച് ദാനിയേലിനെ കൂട്ടരെ എങ്ങനെങ്കിലും നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയിട്ട് അന്നത്തെ അവിടുത്തെ ദേശാധിപതികൾ തീരുമാനമെടുത്ത് അതിനുള്ള തന്ത്രങ്ങൾ തെരഞ്ഞതുപോലാണ് ഇന്നത്തെ ബാബിലോൺ എന്ന് പറയുന്ന ഇറാൻ അടക്കം. അല്ലേറിയ ഇസ്രായേൽ ജനത്തെ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റുവാൻ പല പദ്ധതികളും അവർ ആവിഷ്കരിച്ചുകൊണ്ട് വരും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഇസ്രായേലിനെ തൊടുവാൻ, പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ തൊടുവാൻ, പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ തൊടുവാൻ ബാബിലോണി ശക്തിക്ക് കഴിയില്ല. രക്തം ചെയ്യണം. പ്രൈസലോ വേദപുസ്തകം നിങ്ങൾ ഇതൊക്കെ ചരിത്രം നേരത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അല്ലേരിയ അപ്പൊ അതുകൊണ്ട് അല്ലൊരു സ്തോത്രം ആമൻ രാജാവിന്റെ രാജാവിനെ ആ കാലഘട്ടത്തിൽ ദാര്യാവേശ് രാജാവിനെ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് രാജ്യം ഭരിക്കുന്നതും ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവം എന്ന പോലെയാണ് ദാര്യാവേശിനെ ബാബിലുള്ള ജനങ്ങൾ കാണുകയും ചെയ്യുന്നത്. ഇന്നും അങ്ങനല്ലേ? അല്ലേലിയ ഭരിക്കുന്ന രാജാക്കന്മാരെ, ഭരിക്കുന്ന ചക്രവർത്തിമാരെ ദൈവമായിട്ട് വെച്ചു പൂജിക്കുന്ന, ദൈവമായിട്ട് കരുതി അവർക്ക് അടിമപ്പെട്ട് കിടക്കുന്ന അനവധി ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലേലിയ രാജ്യങ്ങളുണ്ട്. അല്ലേലിയ അതുകൊണ്ട് രാജാവിനെ ദൈവമാക്കിക്കൊണ്ട് ജനം ആരാധിക്കുവാൻ തുടങ്ങുന്നത് മൂലം വലിയ അനർത്ഥമുണ്ടാകുമെന്ന് അല്ലേലിയ അന്ന് രാജാവ് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ദാനിയേൽ അത് വെളിപ്പെടുത്തിയിട്ടും അവർക്ക് സമ്മതിച്ചില്ല. അല്ലേലിയ സ്തോത്രം. ഒടുവിൽ ദാനിയേലിനെതിരെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ഒരു തന്ത്രങ്ങളെ ഇവനെ എങ്ങനെയെങ്കിലും നമ്മുടെ ദേശത്തുനിന്ന് നീക്കിക്കളയണം. അല്ലെങ്കിൽ 120 രാജ്യങ്ങളെ പ്രധാന ദേശാധിപതിയിൽ ഏറ്റവും ശ്രേഷ്ഠനായി ദാനിയേലിനെ രാജാവ് നിയമിച്ചതുകൊണ്ട് ബാബിലോണിലുള്ളവരുടെ സ്ഥാനമാന അധികാരങ്ങൾ നഷ്ടപ്പെടുന്നു. അവർക്ക് അധികാരമില്ല. അതുകൊണ്ട് ദാനിയേലിനെ തകർക്കുക. അല്ലേ? പക്ഷെ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ദാനിയേൽ ഇതൊന്നും കേട്ടിട്ട് കുരയുകയില്ല. പ്രൈസലോ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്കെതിരെ ഒരു കൂട്ടം ജനതന്ത്രങ്ങളുമായിട്ട് എഴുന്നേൽക്കുമ്പോൾ, മന്ത്രങ്ങളുമായിട്ട് എഴുന്നേൽക്കുമ്പോൾ നിന്നെ തകർക്കുവാൻ പിശാച് പല പദ്ധതിയുമായി ആവിഷ്കരിച്ച് നിനക്കെതിരെ 1000 കണ്ണുകൾ ഒന്നിച്ചു വന്നാലും, 1000 വിരലുകൾ നിന്റെ നേരെ ചൂണ്ടിയാലും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നീ ദാനിയേലിനെ പോൽ ഉറപ്പോടുകൂടി നിൽക്കണം. അല്ലേലൂയ. ദൈവം നിന്റെ പക്ഷത്താണെന്ന് തിരിച്ചറിയണം. രക്തം ചെയ്യാം. അല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരെന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ ദാനിയേലിന് ദൈവം അനുകൂലമാണ്, പിന്നെ പ്രതികൂലമായി നിൽക്കുവാൻ ബാബിലോണി ശക്തികൾക്ക് കഴിയില്ല. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവ്, ദൈവം നിനക്ക് അനുകൂലമാണ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുക. നീ തകർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്, നീ മടുത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ട്, നീ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളും നിനക്ക് തകർച്ചയുടെ അനുഭവമുണ്ട്, കണ്ണുനീരിന്റെ അനുഭവം നിനക്കുണ്ട്, വേദനയുടെ അനുഭവം നിനക്കുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മതി എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നിടം വരെ നീ ചെന്നെന്ന് വരാം. എങ്കിലും ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന ദൂത്, ദാനിയേൽ ദൈവത്തിന് അടിയുറച്ച് വിശ്വസിച്ചതുപോലെ, ഹല്ലേലൂയ, നീ ദൈവത്തിന് അടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ ഒരു രാജശക്തിക്കും ഒരു രാജകീയ ശക്തിക്കും ഈ ഭൂമിയിലെ ഒരു അന്ധകാര ശക്തിക്കും നിനക്കെതിരെ നിൽപ്പാൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നതിന് ദൈവം താങ്ങി നിർത്തും. രക്തജയം. അതാണ് ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം എഴുതിയിട്ടിട്ടും ഇസ്രായേലിനെ ഒരു ചുക്കും തൊടുവാൻ കഴിയാത്തതിന് കാരണം എന്താ? ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്. നീ ദൈവത്തിന്റെ ജനമാണ്. ലോകം നിന്നിൽ പ്രവേശിപ്പാൻ ദൈവം അനുവദിക്കുന്നില്ല. നീ വിശുദ്ധിയോടെ വേർപാടോടെ ദാനിയേലിനെ പോലെ നിൽക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദാനിയേൽ പ്രവാചകനെ കാത്തു സൂക്ഷിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെയും പിടിപ്പിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലൊന്ന് സ്തോത്രം പറയാമോ? ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദാനിയേൽ ഈ പ്രശ്നങ്ങൾ തനിക്കെതിരെ രേഖ എഴുതിക്കുമെന്ന് കേട്ട് കുടുങ്ങിപ്പോകാതെ അവൻ നേരത്തെ ചെയ്തു വന്നതുപോലെ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു പോന്നു. സ്തോത്രം. ഹല്ലേലൂയ. വൈരികൾ ഹല്ലേലൂയ ആരോപണങ്ങളുമായി രാജാവിനെ സമീപിച്ചു. രാജാവിന് ദാനിയേലിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായില്ല. ദാനിയേൽ എന്ത് ചെയ്തു? ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ദാനിയേലിന്റെ വിരോധികൾ എന്ത് ചെയ്തു? കുറ്റാരോപണങ്ങളുമായി
ഹല്ലേലൂയ, രാജാവിനെ സമീപിച്ചു. രാജാവിനെ സമീപിച്ച് ദാനിയേലിന്റെ മേലുള്ള കുറ്റങ്ങൾ ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ രാജാവിന് അവരെ ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് ദാനിയേലിന്റെ മേൽ ശിക്ഷ നടത്തുവാൻ തീരുമാനിക്കുക. ഹല്ലേലൂയ. അപ്പം മേദ്യരുടെയും പാർസികളുടെയും മാറ്റമില്ലാത്ത നിയമം മാറ്റുവാൻ അതിൽ ഒപ്പുവെച്ച രാജാവിന് പോലും അധികാരമില്ലായിരുന്നു. മേദ്യരുടെയും പാർസിയുടെയും മാറ്റമില്ലാത്ത നിയമത്തിൽ ഒപ്പുവെച്ചത് രാജാവിന് പോലും മാറ്റാൻ അധികാരമില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഹല്ലേലൂയ കൊണ്ടുപോയിട്ട് തീച്ചൂളയിൽ നിന്നും തന്റെ മക്കളെ ദൈവം ദൂതനെ അയച്ചു വിടിവിച്ചതുപോലെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് വിടിവിച്ചു. അതിനു മുമ്പ് ശത്രുക്ക് മേശക്ക് അബീദ്രോഗിനെ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ എരിയുന്ന തീച്ചൂളയിലേക്ക് തള്ളിയിട്ട സമയമുണ്ട്. അന്ന് എരിയുന്ന തീച്ചൂളയിൽ നാലാമനായി ഇറങ്ങി വന്ന ദൈവം ഹല്ലേലൂയ ശത്രുക്ക് മേശക്ക് അബീദ്രോഗിനെ വിടിവിച്ച് ഹല്ലേലൂയ വിടിവിച്ചതുപോലെ, എന്നാൽ അവരെ തീച്ചൂളയിലേക്ക് കൊണ്ടയിട്ടവർ ആ തീ തന്നെ അവരെ വിഴുങ്ങി എന്ന് പറഞ്ഞതുപോലെ ദാനിയേലിന് ഒരു കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ, മേദ്യരുടെയും പാർസിയുടെയും മാറ്റമില്ലാത്ത നിയമം. ഹല്ലേലൂയ, രാജാവിന് പോലും നീക്കുവാൻ കഴിയാത്ത നിയമം. ഹല്ലേലൂയ, ബാബിലോണിലെ ശക്തികൾ ഒന്നടങ്കം തനിക്കെതിരെ എഴുന്നേറ്റ് ആരോപണങ്ങളുമായി ദാനിയേലിനെ കുറ്റം ചുമത്തി രാജാവ് സിംഹക്കുഴിയിലേക്ക് ഇടുവാൻ ദാനിയേലിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. ഹല്ലേലൂയ, അങ്ങനെ ബാബിലോണിലുള്ളവർ എന്ത് ചെയ്തു? ദാനിയേലിനെ എടുത്തുകൊണ്ട് സിംഹക്കുഴിയുടെ മുകളിലേക്ക് ചെന്നിട്ട് അവനെ താഴേക്ക് തള്ളിയിടുമ്പോഴും സിംഹക്കുഴിയേക്ക് ഇടുമ്പോഴും ദാനിയേലിന് മനസ്സിലായി, എന്റെ സഹോദരങ്ങളെ തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്, നാലാമനായി ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഞാൻ സിംഹത്തിന്റെ ഗുഹയിൽ വീണ് കഴിഞ്ഞാലും ആ സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കുമെന്ന്. ഹല്ലേലൂയ, നാലാമനായി ഇറങ്ങി വന്ന ദൈവം സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇറങ്ങി വരുമെന്ന് ദാനിയേലിന് ഉറപ്പുണ്ടായിരുന്നുണ്ട്. എന്ത് ചെയ്തു? സിംഹക്കുഴിയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. പ്രൈസ്. ഒരു അത്ഭുതമല്ലേ അത്? അത്ഭുതമാണ്. ദൈവം പഠിക്കുന്നവർക്കും വായിക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും ശുശ്രൂഷിക്കുന്നവർക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന അത്ഭുതമാണ്. അതുകൊണ്ട് നിനക്കെതിരെ മാറ്റമില്ലാത്ത നിയമങ്ങൾ ഭൂമിയിൽ രേഖകൾ ഒരുക്കിയാലും, നിന്നെ തകർക്കുവാൻ ഒരു കൂട്ടം ശക്തി എഴുന്നേറ്റാലും, നിന്നെ മരണശിക്ഷയ്ക്ക് വിധിച്ചാലും അതിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആഭിചാര, മന്ത്രവാദ, കൂടോത്ര, ശക്തികൾ, ദുർഭൂതങ്ങൾ, ദുരാത്മസേനകളെല്ലാം നിനക്ക് നേരെ ഒന്നിച്ചു പോരാടും. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ, നിന്റെ നാശം കാണുവാൻ, നിന്റെ വീഴ്ച കാണുവാൻ ഇസ്രായേലിനെ ഭൂമുഖത്ത് തുടച്ചു മാറ്റുവാൻ ചില രാജ്യങ്ങൾ ഒരുങ്ങുന്നത് പോലെ നിന്നെ ഭൂമുഖത്ത് തുടച്ചു മാറ്റുവാൻ ചില ശക്തികൾ നിനക്ക് നേരെ എഴുന്നേക്കും. പ്രൈസറോ. ഹല്ലേലൂയ. അതിലൊന്നും നീ ഭാരപ്പെട്ടു പോകരുത്. ദാനിയേൽ മുമ്പേ ചെയ്തു വന്നതുപോലെ തന്റെ ദൈവത്തിന്റെ സന്നിധി 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തതുപോലെ നീ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെങ്കിൽ ന്യായവിധിയിൽ നിന്നെ തകർത്ത് കളയാതെ, ലോകം നിനക്ക് ഒരുക്കുന്ന ന്യായവിധിയിൽ നിനക്കും ശിക്ഷയിൽ നീ വീണു പോകാതെ അതിൽ നിന്നെ പിടിച്ചുയർത്തുവാൻ ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ തകർന്നു പോകാൻ നീ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 2 ദിവസങ്ങളെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റുന്നതാണ്. പ്രൈസറോ. അധികാര വർഗങ്ങളുടെ ഹൃദയത്തെ ദൈവം മാറ്റും. ചക്രവർത്തിമാരുടെ ഹൃദയത്തെ ദൈവം മാറ്റും. ഭരണ സംവിധാനങ്ങളിൽ ദൈവം മാറ്റങ്ങൾ വരുത്തും. നിനക്കുമേൽ എഴുതിയിരിക്കുന്ന നിയമങ്ങളെ ദൈവം മാറ്റും. നിനക്ക് നേരെ എഴുതി കൈയെഴുത്തുകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. നിനക്ക് നേരെ ശത്രുസൈന്യം ഒന്നടങ്കം എഴുന്നേറ്റാലും ആ ശത്രുസൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിനെതിരെ ഹല്ലേലൂയ ഒരു കൂട്ടം ജനം ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ എഴുന്നേറ്റു. അന്ന് അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങി 1,80,000 പേരെ കൊന്ന ചരിത്രം വേദപുസ്തകം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിനക്ക് നേരെ എഴുതുന്ന അന്ധകാരത്തെ ശക്തികളെ ദൈവം തന്റെ ദൂതനെ അയച്ച് തകർത്ത് കളയുമെന്ന്. നീ വിശ്വസിക്കുന്നോ? നീ വിശ്വസിക്കണം. നിന്റെ പ്രശ്നങ്ങളെല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ തീച്ചൂളയിൽ നിന്ന് തന്റെ മക്കളെ വിടിവിച്ച ദൈവം തന്നെ വിടിവിക്കുമെന്നുള്ള ദാനിയേലിൽ അറിയാം. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 12:6 പത്രോസും ഹല്ലേലൂയ അപ്പോസ്തല 16:25 പൗലോസും ശീലാസും ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴും, അപ്പോസ്തല പ്രവൃത്തി 12 പത്രോസ് ജയിലിൽ, അപ്പോസ്തല 16:25 പൗലോസും ശീലാസും ജയിലിൽ. അങ്ങനെ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട ഹല്ലേലൂയ
പത്രോസ് കാരാഗ്രഹത്തിൽ പടയാളികളുടെ നടുവിൽ അവൻ സുഖനിദ്രയിലാണ്. പക്ഷെ സർവ്വശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന് പത്രോസിനെ തട്ടി വിളിച്ച് അരമുറുക്കി ചെരുപ്പിട്ട് എന്റെ പുറകെ വാ. അങ്ങനെ പത്രോസ് സ്വപ്നം കാണുന്നത് പോലെ എഴുന്നേറ്റ് അരമുറുക്കി ചെരുപ്പിട്ട് ഹല്ലേലൂയ 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പുവാതിലും കടന്നപ്പോഴാണ് പത്രോസിന് മനസ്സിലാക്കിയ ദൈവദൂതനാണ് എന്നെ വിടുവിച്ചതെന്നാണ്. അത് തന്നെയാ പൗലോസും ശീലാസും. കാരാഗ്രഹത്തിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് കൈയും കാലും കയ്യാമം വെച്ച് ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണെങ്കിലും പൗലോസും ശീലാസും രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുരുങ്ങുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കൈമേൽ ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. അതേ ശ്രോതാവേ, നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്കകത്തുനിന്ന് ഒരു വിടുതൽ നൽകാൻ ദൈവത്തിന് കഴിയും. കാരണം എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ചിന്തിക്കണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. യേശുവിൽ നീ വിശ്വസിക്കുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകൻ, നിന്റെ ഉദ്ധാരകൻ, മരണത്തിന് നീക്കുപോക്ക് നൽകുന്നവൻ, പരീക്ഷനെ വിടുവിക്കുന്നവൻ, പ്രശ്നങ്ങളെ വിടുവിക്കുന്നവൻ, അന്ധകാരത്തിന് വിടുവിക്കുന്നവൻ, നിനക്കുമിലുള്ള എല്ലാ സാത്താന ശക്തിയും തകർത്ത് അതിന്മേൽ ജയം തരുന്ന ഉന്നതങ്ങളിൽ നടകൊള്ളുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ജീവനുള്ള ദൈവം. നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണോ? ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അല്ലേ? നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ദാനിയേലിനെ പോലൊരു വിടുതൽ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം തന്റെ ദൂതനെ അയച്ച് പത്രോസിനെയും പൗലോസിനെയും ഹല്ലേലൂയ വിടുവിച്ചു. ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ചു. ഹല്ലേലൂയ. സിംഹങ്ങളുടെ നടുവിൽ സമാധാനത്തോടുകൂടി ദാനിയേൽ ഉറങ്ങിയപ്പോൾ വിലയേറിയ മെത്തയിൽ രാജാവ് അസ്വസ്ഥനായി ഉറക്കമില്ലാതെയായി രാത്രി മുഴുവനും കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ദാനിയേലിന്റെ ശത്രുക്കളെ അതേ സിംഹത്തിന്റെ ഗുഹയിൽ തന്നെ കുടുംബമായിട്ട് തള്ളി. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ട് കളഞ്ഞിട്ട് രാജാവ് പോയി പട്ടുമത്തിൽ കിടക്കുക. രാജാവിന് ഉറക്കം വരുന്നില്ല. ദാനിയേലിനെ കുറിച്ചുള്ള ചിന്തയാ. നേരം കൊടുത്തപ്പോൾ ദാനിയേലിൽ കിടക്കുന്ന സിംഹത്തിന്റെ ഗുഹയുടെ മുകളിൽ രാജാവ് വന്നപ്പോൾ ദാനിയേലിന് ഒരു കീടും കൂടാതെ കിടക്കുക. ദാനിയേലിനെ കൊണ്ട് സിംഹക്കൂപത്തിന്റെ ഗുഹയിൽ ഇട്ടവരെ അവരെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് സിംഹങ്ങൾ ഗുഹയിൽ അടിച്ചതിന് മുമ്പേ അവരെ പിച്ച് ചെയ്ത് കളഞ്ഞെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവരെല്ലാം നശിച്ച് അഹസ്വേരോസ് രാജാവിന്റെ കാലത്ത് ഹാമാന്റെ തന്ത്രം പരാജയപ്പെട്ടതുപോലെ ഇവിടെയും പരാജയപ്പെട്ടു. അഹസ്വേരോസ് രാജാവിന്റെ കാലഘട്ടത്തിൽ മൊർദെഖായിയെ തകർക്കാൻ വേണ്ടി, യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഹാമാൻ ഒരു പദ്ധതി തയ്യാറാക്കി. എല്ലാ രാജ്യങ്ങൾക്കും കത്തെഴുതി അയച്ചു. ആ കത്ത് മുഖാന്തരം ഹല്ലേലൂയ സ്തോത്രം സകല യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹാമാൻ പദ്ധതി ഒരുക്കി. മൊർദെഖായിക്ക് ഒരു കഴുകുമരമൊക്കെ ഉണ്ടാക്കി നിർത്തിയിട്ട് അഹസ്വേരോസ് രാജാവിനെ കാണുവാൻ ചെന്നപ്പോഴാണ് ഹല്ലേലൂയ അവിടെ എസ്തേർ എന്ന് പറയുന്ന ആ സഹോദരി ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. ഹാമാന്റെ കുറ്റാരോപണങ്ങൾ മുഴുവൻ, ഹാമാന്റെ തന്ത്രങ്ങൾ മുഴുവൻ അഹസ്വേരോസ് രാജാവിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ ഹാമാൻ തൂങ്ങപ്പെട്ടു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരാ, നിനക്ക് നേരെ ശത്രു ഒരുക്കുന്ന കഴുമരം ഉണ്ടല്ലോ, അതിന്റെ നടുവിൽ നിനക്കൊരു ജയദൈവം തരാൻ പോവുക. ഹല്ലേലൂയ. മൊർദെഖായിയെ വിടുവിച്ച ദൈവമുണ്ട്. എന്റെ ദൈവം വിടുവിക്കും. സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, മാതാവ്, പിതാവേ, നീ തകരുവാൻ അല്ല ദൈവം നിന്നെ വിളിച്ചത്, ദൈവം നിന്നെ വളർത്തുവാനാ. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതിയുമായി കടന്നു വരുമ്പോൾ മൊർദെഖായിയെ വിടുവിച്ച ദൈവമുണ്ട്. ഹല്ലേലൂയ. ശത്രുക്ക് അബീനോയെ വിടുവിച്ച ദൈവമുണ്ട്. ദാനിയേലിനെ വിടുവിച്ച ദൈവമുണ്ട്. പത്രോസിനെ പൗലോസിനെ വിടുവിച്ച ദൈവമുണ്ട്. ആ ദൈവം നിന്നെയും വിടുവിക്കുവാൻ ശക്തനാ. അതുകൊണ്ട് നീ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നീ പറയണം, നീ കടന്നു പോകുന്ന കഷ്ടതയുടെ, നൊമ്പരത്തിന്റെ, കണുനീരിന്റെ, ഏകാന്തതയുടെ, വിശലതയുടെ ശൂന്യമായ പൂരിതമായ അനുഭവത്തിൽ കണുനീരിന്റെ നടുവിൽ കടന്നു പോകുന്ന സഹോദരി, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര, ദൈവാത്മാവ് പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി ദൂതനെ അയക്കാൻ പോവുക.
നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ നൽകുവാൻ. നീ കടബാധ്യതയിലാണോ? നീ പ്രതികൂല സാഹചര്യങ്ങളാണോ? ജപ്തി നടപടി നേരിടുകയാണോ? തലചായ്പൊരുത്തുണ്ട് ഭൂമിയില്ലാതെ കിടന്നിറങ്ങാൻ ഒരു ഭവനമില്ലാതെ, കടക്കടികൾ കൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ലാതെ, ജീവനത്തിലുള്ള മാർഗമില്ലാതെ, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ നിന്റെ ജീവിതം തകർന്ന് താറുമാറായി കിടക്കുകയാണോ? മരണം മതി കുടുംബമായിട്ട്, ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മരണത്തിന് വേണ്ടി നീ ഒരുങ്ങപ്പെട്ടിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ഹല്ലേലൂയ, ആമേൻ, ദാനിയേൽ മുമ്പ് ചെയ്തു വന്നതുപോലെ നീ ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെങ്കിൽ, ആമേൻ, ദൈവം തന്റെ ദൂതനെ നിന്റെ അരികിലേക്ക് അയച്ച് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ദൈവം നിന്നെ വിടിവിക്കുമെന്ന്. ദൈവം നിന്നെ വിടിവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നീ തകരരുത്, നീ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. എന്നെ കേൾക്കുന്ന വിദേശ രാജ്യത്ത് ജോലി അന്വേഷിച്ചു പോയി, കഷ്ടം സഹിക്കുന്ന, വിദേശ രാജ്യം പഠിക്കാൻ പോയിട്ട് അവിടുത്തെ പഠനം കഴിഞ്ഞ്, അവിടുത്തെ കാലാവധി കഴിഞ്ഞ് അവിടെ PR കിട്ടാതെ, അവിടെ പെർമിഷൻ കിട്ടാതെ ഭാരപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. വിദേശ രാജ്യത്ത് ചെന്ന് വിസയുടെ കാലാവധി കഴിഞ്ഞവരുണ്ട്, പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞവരുണ്ട്, മണലാലിന്റെ കഷ്ടം സഹിക്കുന്നവരുണ്ട്, നാട്ടിലേക്ക് കടന്നു പിടിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട്, ക്രിമിനൽ കേസ് അകപ്പെട്ട് നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്നവരുണ്ട്. വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നുപോയി കഷ്ടസഹി പീഡ അനുഭവിച്ച സഹോദരിമാരുണ്ട്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി പിതാവി, നീ കടന്നു പോകുന്ന പ്രതികൂലം ഏതായിരുന്നാലും, മാറാ രോഗത്തിന് നീ വിധേയപ്പെട്ട മഹാവ്യാധിയാൽ നീ ഭാരപ്പെടുകയാണോ? ക്യാൻസർ രോഗത്താൽ നീ ഭാരപ്പെടുകയാണോ? ഉദര സംബന്ധമായി, കുടൽ സംബന്ധം, യൂട്രസ് സംബന്ധ വിഷയത്താൽ ഭാരപ്പെടുകയാണോ? നീ ലിവറിന്റെ സംബന്ധമായ ഹാർട്ട് സംബന്ധ വിഷയം ഭാരപ്പെടുകയാണോ? കിഡ്നി സംബന്ധമായ വിഷയത്താൽ നീ ഭാരപ്പെടുകയാണോ? ശരീരമാസകലം ശിരസുട്ടുള്ളങ്കാൽ വരെ എല്ലാ നാട്ടി നരമ്പുകളും ജോയിന്റുകളും പേശികളിലും എല്ലാ രക്തധമനികളിലും ഭാരം അനുഭവിക്കണം. ശരീരം മുഴുവൻ വരിഞ്ഞു മുറുക്കുന്ന വേദന അനുഭവമാണോ? നരിയാണി ഉറപ്പിച്ചെഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ നീ രോഗബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണോ? ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവില് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് നിന്റെ സകല പ്രശ്നങ്ങളും ദൈവം വിടിവിക്കും. രക്തം ചെയ്യും. ഞാൻ ഈ വചനം പറയുമ്പോൾ ചിലർക്കൊക്കെ ദൈവം വിടുതൽ നൽകുക, ദൈവം ചിലർക്ക് സ്വതന്ത്രമാക്കുക. നീ വിശ്വസിച്ച് വചനം ഏറ്റെടുക്കുക. പരിശുദ്ധമായ ശക്തമായ ദൂതുകൾ നിനക്ക് കൈമാറുമ്പോൾ, ദൈവത്തിന്റെ ദൂതുകൾ നീ ഏറ്റെടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവ്, ഇതിന്റെ കഷ്ടങ്ങൾക്കപ്പുറത്തൊരു വിജയം ദൈവം വെച്ചിട്ടുണ്ട്. കഷ്ടങ്ങൾക്കപ്പുറത്തൊരു വിജയം വെച്ചിട്ടുണ്ടെന്നേ. നീ ദൈവത്തെ വിശ്വസിച്ചാൽ മതി. അവന് വേണ്ടി ഹൃദയം കൊടുക്കണം. ഹല്ലേലൂയ. മുമ്പേ നീ ചെയ്തു പോകുന്ന പല തന്ത്രങ്ങളെ നീ വിട്ടിട്ട് നീ മടങ്ങി വന്ന്, യേശുവേ, നീ മാത്രമാണ് ദൈവം, നീ മാത്രമാണ് അധികാരി, നീ മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ, നിനക്ക് മാത്രമേ എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ കഴിയുള്ളൂ, നിനക്ക് മാത്രമേ എൻ്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുള്ളൂ, എൻ്റെ പ്രശ്നത്തെ പരിഹാരകനായി അങ്ങയ്ക്ക് മാത്രമേ അതിന് ചെയ്യുവാൻ കഴിയുള്ളൂ. നീ വിശ്വസിച്ചുകൊണ്ട് നീ ദൈവത്തോട് പറയുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെ ദൈവം മാറ്റിത്തരും. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ കാണുന്ന പ്രപഞ്ചത്തെ, പ്രകൃതിയെ, അണ്ടകടാകത്തെ, അഖിലാണ്ടത്തെയും ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി വഹിക്കുന്ന 7 വാൻകരയുടെ ഉടമസ്ഥനായവൻ, 7 കടലിന്റെ അധിപതിയായിരിക്കും, സകല ജനത്തിന് ശ്വാസം കൊടുക്കുന്നവൻ, സകല മൃഗത്തിനും സകല പക്ഷിപറജാതികൾക്കും, ആറ്റിലെ കടലിലെ സകല മൃഗങ്ങൾ, മത്സ്യാദികൾക്ക്, ഇഴജന്തുക്കൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവമുണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. കരയുന്ന കാക്കക്കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നവൻ, കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, അല്ലേലൂയ, നിന്നെ പരിപാലിക്കാനും വിശ്വസ്തനാ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും വിശ്വസ്തനാ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് നീ യേശുവിനോട് നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കുക. യേശുവിന് നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, ആൻ്റെ 10 ആളുകൾ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന മതിപാസ എനിക്ക് ജീവിക്കേണ്ടെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ കടന്നു പോകുന്ന ചിലരൊക്കെ എനിക്കറിയാം. അവരോട് എന്ന് പൽക്കാലം പരിശുദ്ധന്മാർ പറയുന്ന ദൂത്, ഇല്ല, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ലോകത്തിന് കഴിയില്ല, വീട്ടുകാർക്ക് കഴിയില്ല. അവർ നിന്നെ പരിഹസിച്ച് മാറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് യേശു. രക്തം ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നീ അധ്വാനിച്ചത്, നീ നേടിയെടുത്ത്, നീ സമ്പാദിച്ചത്, നീ വിശ്വാസത്താൽ മറ്റുള്ളവർക്ക് നീ യാതൊന്നും നോക്കാൻ നിനക്ക് വേണ്ടി സമ്പാദിക്കാതെ നീ മറ്റുള്ളവർക്ക് കൊടുത്തില്ലേ, അവരെ നീ സഹായിച്ചില്ലേ. പക്ഷേ ഇന്ന് നിനക്കൊരു കഷ്ടം വന്നപ്പോൾ, നിനക്കൊരു സങ്കടം വന്നപ്പോൾ, നിനക്കൊരു കണ്ണുനീര് വന്നപ്പോൾ അവരെ നിന്നെ തള്ളി പറഞ്ഞില്ലേ? ഹല്ലേലൂയ. അതെ, നിന്നെ തള്ളി പറയും.
പക്ഷേ ദൈവം നിന്നെ തള്ളിപ്പറയത്തില്ല, ദൈവം നിന്നെ ചേർത്ത് പിടിക്കും, രക്തം ചെയ്യും. പ്രൈസറോ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, സമാധാനമില്ലാത്ത അനുഭവം നിന്റെ കുടുംബത്തിൽ. എത്ര കാലമായി നീ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ നീ കിടക്കുമ്പോൾ കിടക്കുമ്പോൾ ഒരുപോലെ കണ്ണടയ്ക്കുവാൻ കഴിയാതെ നിന്നെ ഞെട്ടി ഉണർത്തുന്ന, നിന്നെ ഭയപ്പെടുന്ന എത്രയോ ചിന്തകൾ നിന്റെ ഹൃദയത്തിലൂടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ആമീൻ. കിടന്നുറക്കുവാൻ കഴിയാതെ എത്രയോ രാത്രികൾ നീ എഴുന്നേറ്റ് നിലവിളിച്ചിട്ടുണ്ട്, എത്രയോ രാത്രികൾ നീ ഭാരപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, ഒരു സമാധാനം എനിക്ക് കിട്ടിയെന്നെങ്കിൽ, ഒരു സന്തോഷം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഈ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചിരുന്നെങ്കിൽ നീ ഓർത്ത് പ്രാർത്ഥിച്ച നിമിഷങ്ങളിലെ നീ കരഞ്ഞ് നിലവിളിച്ച സാഹചര്യങ്ങളില്ലേ? എനിക്ക് എന്താണ് ഇങ്ങനെ പറ്റിയത്? എനിക്ക് മാത്രമുള്ളൂ ഈ ഗതി, എനിക്ക് മാത്രമേ ഈ തകർച്ചയുള്ളൂ, എനിക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിനക്ക് മാത്രമല്ല പ്രശ്നം കേട്ടോ. നീ പ്രശ്നം അനുഭവിക്കുന്നത് കാണുമ്പോൾ, നീ കടന്നു പോകുന്ന സാഹചര്യം നീ കണ്ണുനീരൊഴുക്കുന്നത് കാണുമ്പോൾ, എന്റെ യേശു കണ്ണുനീർ തൂക്കുന്നവനാ, അവൻ കണ്ണുനീർ തൂക്കുന്നവനാ, അവൻ നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിനെ വിടുവിക്കാൻ ശക്തനാണെന്ന്. നിന്റെ കഷ്ടം കണ്ട് സന്തോഷിക്കുന്നവനല്ല ദൈവം കേട്ടോ. നിന്റെ കഷ്ടം കണ്ട് വേദന കണ്ട് നാമല്യ അതിൽ അട്ടഹസിച്ച് അല്ല യേശു. ലോകം നിന്റെ കഷ്ടം കാണുമ്പോൾ, നിന്റെ നൊമ്പരം കാണുമ്പോൾ, പ്രതിസന്ധി കാണുമ്പോൾ, നിനക്കുള്ള പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ലോകം നിന്നെ പകയ്ക്കും, പഴിക്കും, ദുഷിക്കും, നിന്ദിക്കും, നിന്നെ കണ്ട് ചിരിക്കും. നിനക്കത് സംഭവിക്കേണ്ടതായിരുന്നു. ലോകം പറയും, അല്ലേലും അവൾക്കത് സംഭവിക്കേണ്ടതായിരുന്നു, അല്ലേലും അവന്റെ കുടുംബത്തിനത് വരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ലോകം നിന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എൻ്റെ കർത്താവ് ഹല്ലേലൂയ പറയുക, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. ഹല്ലേലൂയ. കർത്താവിലേക്ക് തുണ. മനുഷ്യനോട് എന്ത് ചെയ്യും? ലേഖനം 13:5-6 വായിച്ച് നോക്കണം കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. നമ്മുടെ ദൈവം നിന്നെ കൈവിടത്തില്ല. നിന്റെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വരും ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പലരും ആവശ്യങ്ങൾ കർത്താവിനോട് പറയാതെ വഴിയിൽ കാണുന്ന ഭണ്ഡാരപ്പെട്ടി കൊണ്ടുവന്ന് 50 പൈസ, 50 പൈസ ഇല്ലല്ലോ അല്ലേ, 1 രൂപ, 2 രൂപ, അല്ലെങ്കിൽ 5 രൂപ തൊട്ടൊക്കെ വലിച്ചെറിയാ. അല്ലേരിയ. ചില നോട്ടുകളൊക്കെ ഇട്ടേക്കാം. അല്ലേരിയ. സോദരൻ, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. നീ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് പണം വലിച്ചെറിഞ്ഞത് കൊണ്ട് നിന്റെ പ്രശ്നത്തെ പരിഹാരം വരുത്തില്ല. നിന്റെ പ്രശ്നത്തെ പരിഹാരം വരണമെങ്കിൽ ജീവനുള്ള യേശുവിനെ നിന്നെ ഇത് വാ തുറന്ന് പറയണം. അല്ലേരിയ. അപ്പൊ ഭണ്ഡാരപ്പെട്ടി പണം ഇടുന്നത് തെറ്റാണ്, തെറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ വിഷയത്തെ പരിഹരിക്കുക നമ്മൾ ഇട്ടുകൊടുക്കുന്ന പണത്തിന് കഴിയില്ല. കാരണം ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ കാണുന്ന ഭൂമിയിൽ ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, ഈ ഭൂമിയിലെ സകലത്തിനും ആഹാരം കൊടുക്കുന്ന, നമുക്ക് ആഹാരം നൽകുന്ന, നമ്മളെ സകല സമ്പന്ന സ്വർഗത്തിലെ സകല അനുഗ്രഹത്താൽ നിറയ്ക്കുന്ന ദൈവത്തിന് പണത്തിന്റെ ആവശ്യമില്ല. നീ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന 1 രൂപ, 2 രൂപ, 5 രൂപ തൊട്ടിനകത്ത് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ചിലരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നത്. ഞാനും പണ്ടങ്ങനെ വിശ്വസിച്ചത്. അല്ലേരി. ഞാൻ പള്ളിയിൽ കൊണ്ടുവന്ന് കപ്പയിടങ്ങി ചുറ്റിനും എഴുതി കത്തിച്ചിട്ടുണ്ട്. അല്ലേരിയ. അങ്ങനെ മാതാപിതാക്കൾ നേർന്നതാ. അല്ല, എനിക്ക് വേണ്ടിയിട്ട് അവനെ കൊണ്ട് 101 തിരി കത്തിപ്പിക്കണം. അല്ലേരിയ. കാശില്ലാത്ത കാലഘട്ടത്തിലാണ് ഓർത്തോണം കേട്ടോ. എന്റെയൊക്കെ ചെറുപ്രായമാണ്. എനിക്കിപ്പോൾ ഏകദേശം അല്ലേരിയ 60 വയസ്സാകാറായി. അല്ലേരിയ. ചെറുപ്രായത്തിൽ അന്നത്തെ കാലം അങ്ങനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ കത്തിച്ച മെഴുകുതിരിക്കോ, അല്ലെ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്ത ഭണ്ഡാരപ്പെട്ടിട്ട പൈസയ്ക്കോ എൻ്റെ പ്രശ്നങ്ങളെ വിടുവിക്കുക കഴിഞ്ഞില്ല. എൻ്റെ കുടുംബത്തെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ മാതാപിതാക്കളെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ സഹോദരങ്ങളെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ മദ്യപാനത്തിൽ നിന്ന്, എൻ്റെ ദുർജീവിതത്തിൽ നിന്ന്, എൻ്റെ ദൈവഹിതമല്ലാത്ത പ്രവർത്തനം വിടുവിക്കുവാൻ ഞാൻ ചെയ്ത ഒരു കർമ്മങ്ങൾക്കും കഴിഞ്ഞില്ല. പിന്നെങ്ങനാ ജീവനുള്ള ദൈവത്തിലേക്ക് വന്നപ്പോൾ എന്നെ എൻ്റെ കർത്താവ് അങ്ങ് വിടുവിച്ച് കേട്ടോ. എൻ്റെ അനുഭവം ഞാൻ മറ്റാരും ഒന്നും പറയത്തില്ല. മറ്റാരും പറയേണ്ട കാര്യം. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ലേ, അനുഭവങ്ങളുടെ നടുവിലെ തീയിലൂടെ എന്ന പോലെ വിശ്വാസത്തിൽ കടന്നു വന്നവനാണ് ഞാൻ. അല്ലേരിയ. തീയിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ദൈവം എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് എന്നെ ദൈവം നിർത്തിയതാണ്. അവൻ ചെയ്ത ഉപകാരങ്ങളാണ്, അവൻ ചെയ്ത നന്മയാണ്, അവൻ തന്ന ആരോഗ്യമാണ്, അവൻ തന്ന കൃപയാണ്. ഞാനിവിടെ നിന്ന് പകൽക്കാൻ നിങ്ങളുടെ വചനം സംസാരിക്കുന്നത്. പണ്ടേ മണ്ണോട് ചേർന്ന് ഒരു പിടി മണ്ണാകാമായിരുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം, ദൈവം എന്നെ വിടുവിച്ചു. നിങ്ങളെ വിടുവിക്കുന്നേ, നിങ്ങളെ വിടുവിക്കും. അല്ലേരിയ.
ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള മേഖലയുണ്ട്. ഞാനിത് സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വാരിക്കോരി സമ്പാദിച്ചൊന്നും കൂട്ടിവെച്ചിട്ടില്ല. സ്വന്തമായി തലയായിപ്പോൾ എടുത്തുകൊണ്ട് ഭൂമി പോലും എനിക്കില്ല. ഒരു ഭവനം പോലും വാടകയ്ക്ക് മാറി മാറി താമസിക്കുന്ന എത്രയോ വർഷങ്ങൾ, 25ഓളം. ജനിച്ച നാൾ തൊട്ട് വളരെ കഷ്ടതകൾ, അങ്ങനെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ദൈവം സമാധാനത്തോടെ നിർത്തുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാകട്ടോ. ഹല്ലേലൂയ. ഞാനതൊക്കെ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇത് ഓർപ്പിക്കുന്നത്, പുതിയതായിട്ട് വചനം കേൾക്കുന്ന പലരോട് പറഞ്ഞിട്ടുണ്ട്, പാസ സാക്ഷികളൊന്ന് പറയാമോ എന്ന്. ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ പോയി എന്നെ കേൾക്കുന്ന പ്രിയ, അത് മാത്രം പറയാനേ സമയം കാണുള്ളൂ. ദൈവം ചെയ്തൊന്നും പറയാൻ സമയം കാണില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിനിടയ്ക്ക് ചില കാര്യങ്ങൾ മാത്രം പറയുന്നത്. ഞാൻ കഴിഞ്ഞിടെ പല പ്രാവശ്യം പലരോട് സംസാരിച്ചപ്പോൾ എന്നെക്കുറിച്ച് കേട്ടവരും എന്നെക്കുറിച്ച് അറിഞ്ഞവരും എന്നെക്കുറിച്ച് ചോദിച്ച് അന്വേഷിച്ചിട്ടൊക്കെ പറഞ്ഞു, പാസ്റ്റർ സാക്ഷ്യം കൂടെ ഒന്ന് പറയണമെന്ന്. ഹല്ലേലൂയ. അത് എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു മാതൃകയാണ്. എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കൊരു സാക്ഷ്യമായി മാറും. എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കൊരു വിടുതലാണ്. ഹല്ലേലൂയ. അത്രമാത്രം കഷ്ടതയുടെ നടിയിലൂടെ കടന്നു വന്നവനാ ഞാൻ, പ്രതികൂലത്തിൻ്റെ നടിയിലൂടെ കടന്നു വന്നവനാ ഞാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. താൻ മുമ്പിൽ ചെയ്തു വന്നതുപോലെ, ഹല്ലേലൂയ, മുമ്പിൽ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത ദാനിയേലിനെ പോലെ നീ ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിനക്ക് മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തെയും മാറ്റി, ഹല്ലേലൂയ, നിന്നെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കാമോ? കരമടിച്ചൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നേ. നമ്മുടെ ദൈവം നല്ലവനാ, നമ്മുടെ യേശു നല്ലവനാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവ നല്ലവൻ, രുചിച്ചറിവിൻ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ലോകത്തെ അല്ല രുചിച്ചറിയേണ്ടത്, ലോക മനുഷ്യരിനെ രുചിച്ചറിയേണ്ടത്, ഇവിടുത്തെ പണത്തെ അല്ല രുചിച്ചറിയേണ്ടത്, ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും അല്ല രുചിച്ചറിയേണ്ടത്, ഇവിടുത്തെ പാപത്തെ അല്ല രുചിച്ചറിയേണ്ടത്, ഇവിടുത്തെ അക്രമങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ, മത നേതാക്കന്മാരെ, ഇവിടുത്തെ ആലിയ സിനിമാ താരങ്ങളെ, കോമഡി സീരാമയ താരങ്ങളെ, ഇവിടുത്തെ മറ്റ് കായിക മേഖല, അവരൊന്നും അല്ല നീ രുചിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. നീ രുചിച്ചറിയേണ്ടത്, ഹല്ലേലൂയ, രുചിച്ചറിയേണ്ടത് ആരെയാ? ഹല്ലേലൂയ, യേശുവിനെ രുചിച്ചറിയണം. ഞാൻ കഴിഞ്ഞിടെ ഒരാളിങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ പറയുക, ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് പാർട്ടിക്കകത്ത് നിന്ന് ശക്തനായി പ്രവർത്തിച്ചു വളർന്നു, വലിയ വീരപ്രവർത്തനമൊക്കെ ചെയ്ത് ഇന്നും പാർട്ടിക്കകത്തൊക്കെ നിൽക്കുന്നു, ഇനി മരിക്കുന്നെങ്കിലും അതിനകത്ത് നിന്ന് മരിക്കണമെന്ന് ഒരു മനുഷ്യൻ പറയുന്നത് കേട്ട് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവം, ഈ മനുഷ്യൻ്റെ എത്ര ശൂന്യനാ. ഹല്ലേലൂയ. ഇത്രയൊക്കെ അറിവും പരിജ്ഞാനവും ഒക്കെ കൊടുത്ത് ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ വന്നിരുന്ന, അല്ലെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആയിട്ട് ഇരുന്നതാണ്. എന്നിട്ടും വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞു ഇനി ആ പാർട്ടിക്ക് വേണ്ടി മരിക്കണമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പാർട്ടിക്ക് വേണ്ടി അല്ല മരിക്കേണ്ടത്, പ്രസ്ഥാനത്തിന് വേണ്ടി, സംഘടനയ്ക്ക്, മതത്തിന് വേണ്ടി അല്ല നീ മരിക്കേണ്ടത്. ഇവിടുത്തെ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും കേട്ട് പറയുന്നത് കേട്ട് നീ അവർക്ക് വേണ്ടി അല്ല മരിക്കേണ്ടത്. നിനക്ക് ജന്മം തന്നൊരു ദൈവമുണ്ട്, നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. നിനക്ക് ഭൂമി ജീവിക്കാൻ അവസരം തന്ന ദൈവമുണ്ട്. നിന്റെ മാതാപിതാക്കളാൽ നിനക്ക് ജന്മം തന്ന, നിന്നെ ഈ ഭൂമിയിൽ വളർത്തിയ ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ഞാനും പണ്ടൊക്കെ അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവൻ വെച്ച് നടന്നതാ. ഇപ്പം പാർട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേനും അതുകൊണ്ട് പോരാ. ഹല്ലേലൂയ. കാരണം എനിക്കെന്റെ ദൈവമാവരുത്, എനിക്കെന്റെ ദൈവമാണ് വലുത്. എന്നെ വിടുവിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ, എന്നെ സ്നേഹിച്ചവൻ, എന്നെ കരുതിയവൻ, നിത്യജീവനെ കുറിച്ച് പറഞ്ഞവൻ, നിത്യജീവനേക്ക് തന്നവൻ, മരിച്ചു കഴിഞ്ഞ മരണാനന്തര ജീവിതമുണ്ടെന്നോട് പറഞ്ഞവൻ, സ്വർഗരാജ്യത്തെ കുറിച്ച് വെളിപ്പാട് തന്നവൻ. ഹല്ലേലൂയ. അതെന്റെ യേശുവാകട്ടോ. അതുകൊണ്ട് ഞാൻ യേശുവിനെ രുചിച്ചറിയുന്നത് രക്തം ചെയ്യും. അതുകൊണ്ട് നിന്റെ വിഷയങ്ങൾ മുഴുവൻ നീ ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ തുടങ്ങിയ പ്രിയ ദൈവസനെ പ്രാർത്ഥിച്ചവരാണ്. അവരെല്ലാം ദൈവസനെ പ്രാർത്ഥിച്ചവർ, അവരെല്ലാം നിരന്തര പ്രാർത്ഥന ഒരാളിലായിരുന്നു. അപ്പം നീ നിരന്തരമായി പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രാർത്ഥിക്കാനാണ് സമയമില്ലാത്തത്, മറ്റെന്തിനും സമയമുണ്ട്. സീരിയലിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, കോമഡി കണ്ട് ഇത് ചിരിക്കുവാൻ. ഹല്ലേലൂയ. ചിലക്ക് ഈ ടി വിയുടെ മുമ്പിൽ നിന്ന് ഭയങ്കര ചിരിക്കും, കൈയൊക്കെ കൊട്ടി ചിരിക്കും. ഞാൻ അങ്ങനെയുള്ള ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ടി വിയുടെ സിനിമ കണ്ടിട്ട് കോമഡി സീരിയലൊക്കെ കണ്ടിട്ട് ഭവനത്തിനൊക്കെ പൊട്ടിച്ചിരിക്കുന്ന എന്താ അവരെയൊക്കെ പറയുന്നത്? നിങ്ങളൊരു പേരിട്ട് വിളിക്കുക. നിങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പേരിടാൻ മടിയാ. എന്നെ സംബന്ധിച്ച് പേരിടാൻ മടിയൊന്നുമില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒന്നും മുമ്പിൽ പോയത് ഈ ഒരു പേർക്കൂത്തും കാണുന്നവനല്ല. അവിടെ എനിക്ക് ധൈര്യത്തോടെ പറയാം.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവസന്നിധി സന്തോഷിക്കുക. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ടെന്ന്, രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ടെന്ന്. അതെ, നീ ദൈവസന്നിധി പ്രാർത്ഥി, ദൈവസന്നിധി ആർത്ത് ആമെ സന്തോഷിച്ച് ദൈവസന്നിധി ആമെ ആർത്ത് വിളിക്കുക. ദൈവം നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ നിന്റെ ഭവനത്തിന്റെ സൂര്യതയുടെ ജീവിതത്തെ സൂര്യതയ്ക്ക് മാറ്റുമെന്ന്. ഹല്ലേലൂയ. രക്തജയം. ഞാൻ ചൊല്ലിട്ട് ലോകം ഭരിക്കുന്ന ഏതെങ്കിലും പ്രതിനിധികൾ, ലോകം ഭരിക്കുന്ന രാഷ്ട്രം ഭരിക്കുന്ന ആരെങ്കിലും നിങ്ങളോട് സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിന്റെ ഉന്നത സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന ഏതെങ്കിലും ഉന്നതാധികാരങ്ങൾ ഇരിക്കുന്ന ഏതെങ്കിലും മത നേതാക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സ്വർഗരാജ്യത്തിന്റെ അവസ്ഥ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ പലരും പല വാദപ്രതിവാദങ്ങളായിട്ട് വരുന്നുണ്ട്. അതെല്ലാം അല്ലെങ്കിൽ എഴുതാപ്പുറം വായിക്കുന്നതാണ്. അല്ലെങ്കിൽ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ ലോകമതങ്ങളും നിങ്ങളെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകും, സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകും എന്ന് പറയുന്നത്. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? എഴുതാപ്പുറമൊക്കെ വായിക്കുക വരെ എന്തൊക്കെ പറഞ്ഞില്ല. പക്ഷെ ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരുവനുണ്ടെങ്കിൽ അവൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് പ്രമാണങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നാലും ദൈവരാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവൻ യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14:6 നിങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ 8 വാക്യമൊക്കെ 14 വായിച്ചാൽ മതി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സ്ഥലം എത്തുകയില്ലെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു, വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. വേറെ ആരും നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. ഈ ഉലകത്തിൽ ഒരു മനുഷ്യൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നോ നിങ്ങളെ സ്വർഗത്തേക്ക് അയക്കാമെന്നോ ആരും പറഞ്ഞിട്ടില്ല. അതാ ഞങ്ങൾക്ക് പറയുന്നത് ഉറപ്പ്. ഞങ്ങളോട് ഒരു മത നേതാക്കന്മാർ, ഞാൻ പള്ളിയിലൊക്കെ 35 വർഷമൊക്കെ പള്ളിക്കാരൻ, ഒരു പള്ളി നേതാവ് എന്നോട് പറഞ്ഞു നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് അയക്കാമെന്ന്. അല്ലേ? ഇന്നത്തെ ഒരാൾക്കാരും പറയത്തില്ല പ്രിയ നിന്നെ സ്വർഗരാജ്യത്തിലേക്ക്, എന്നോട് ആരും പറയത്തില്ല. നിന്റെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ, നിന്റെ ദൈവരാജ്യത്തേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞത് യേശു മാത്രമാണ്. വേദപുസ്തകം തെളിവാണ്. അല്ലേ? മറ്റ് നീ എന്തെല്ലാം പറഞ്ഞാലും എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കാം. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ കുടത്തിനകത്ത് വെള്ളം വീഴ്ത്തി എല്ലാം പുറകെ ഒഴുകിപ്പോയി. നീ പറഞ്ഞ അല്ലെ അന്ന് പറഞ്ഞതിന് നിന്നോട് അങ്ങനെയൊക്കെ ഉള്ളതാ ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദാനിയേലിന്റെ പ്രാർത്ഥന പോലെ ദാവീദും പ്രാർത്ഥിച്ച് ദിവസം 3 പ്രാവശ്യം. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ച പോലെ ദാവീദും പ്രാർത്ഥിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അതിനെക്കുറിച്ച് 55-ാം സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതവണ്ണം അവൻ എന്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ഇവിടെ ദാവീദും 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു ഡെയിലി. ഇവിടെ പറയും ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്ന്. ഹല്ലേലൂയ. അർദ്ധരാത്രി ഉദയത്തിന് പോയി പ്രാർത്ഥനയ്ക്ക് ദാവീദ് 114 സംഘത്തിൽ പറയുന്നുണ്ട്. പക്ഷെ 55-ാം സംഘത്തിൽ വരുമ്പോൾ ദാവീദ് എടുത്തു പറയുകയാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, എന്റെ പ്രാർത്ഥന അവൻ കേൾക്കും. അത് മുഖാന്തരം എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. ദാവീദിനോട് എതിർത്തുനിന്നോ കയർത്തുനിന്നോ അനേകരായിരിക്കെ ആരും അവനോട് അടുക്കാതെ വേണം അവന്റെ പ്രാണനെ ദൈവം കാത്തു സൂക്ഷിച്ചുവെന്ന്, അവന്റെ പ്രാണനെ വീണ്ടെടുത്ത് അല്ലെങ്കിൽ ദൈവ സമാധാനത്തിലാക്കിയെന്ന്. പ്രൈസറോ. ഇതൊക്കെ ദൈവ വചനമാകട്ടെ ശ്രോതാവേ. നമുക്ക് ആ ദൈവത്തിലേക്ക് കടന്നില്ല. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കും, 3 നേരം പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം, അത് ഒരു അടിയുറച്ച വിശ്വാസമാണ്. പ്രാർത്ഥനയ്ക്കും അടിയുറച്ച വിശ്വാസം എന്ന് പറഞ്ഞാൽ ദിവസം 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം എത്ര മനോഹരമാണ്. ഹല്ലേലൂയ. ദിവസം 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എത്ര മനോഹരം. അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്നാ, എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്നാ ദൈവത്തിന്റെ വചനമൊക്കെ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഭാഗത്തൊക്കെ നിർത്തുകയാണ്. നമ്മൾ അതിലേക്ക് വീണ്ടും വരും. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിന് ആത്മശാന്തി കിട്ടുന്നതാ, ആത്മാവിന് സമാധാനം കിട്ടുന്നതാ, പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നതാ, പ്രതികൂലങ്ങളെ അതിജീവിക്കുന്നതാ, പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുവാൻ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് നിങ്ങൾക്ക് മറുപടി തരും. അപ്പോൾ ദൈവം പറയുന്നതോടെ നിങ്ങൾ കേൾക്കണം കേട്ടോ. നിങ്ങൾ കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയോട് നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി തരുമ്പോൾ കർത്താവ് പറയുന്നതോടെ നിങ്ങൾ കേൾക്കണം.
എന്താണ് കർത്താവ് പറയുന്നത്? ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ നിങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ശിഷ്യാക്കളും അപ്പോൾ നിങ്ങൾ ദൈവജന സുവിശേഷം പറയണം. ആമേൻ. സ്തോത്രം. വിശ്വസിച്ച് സ്നാനം കഴിക്കുകയും ചെയ്യുന്നവൻ നിങ്ങൾ ഭൂലോകത്തിലേക്ക് പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. ഇതൊക്കെ കർത്താവ് പറയുന്നതാണ്. ലേരിയ. കർത്താവ് പറയുന്നത് നമ്മൾ ചെയ്യണം. പലർക്കും കർത്താവിന് ചോദിച്ചു വാങ്ങി മേടിക്കാൻ അറിയാം, പക്ഷെ കർത്താവ് പറഞ്ഞ് ചെയ്യാൻ അറിയത്തില്ല. അല്ലെങ്കിൽ കർത്താവിനോട് ചോദിച്ചു വാങ്ങി കോടികൾ സമ്പാദിച്ചവരുണ്ടെന്ന്, പക്ഷെ കർത്താവ് പറയുന്നത് കൊടുക്കാൻ അവർക്കറിയത്തില്ല. നീ എന്ത് സമ്പാദിച്ചാലും അതിന്റെ ദശാംശ സ്വതരാഴ്ച ദൈവത്തിന് കൊടുക്കണം കേട്ടോ. പ്രൈസലോ. അല്ലേറിയ. ദൈവം നിന്നെ വിടുവിക്കും. ഞാനൊരു കുടുംബത്തിന് വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചു. അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചു. ലേറിയ. ഇപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലേറിയ. പക്ഷെ അവർക്ക് ചില വിടുതലുകൾ ദൈവം കൊടുത്തപ്പോൾ, അവർക്ക് ചില നന്മകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ, അവരുടെ പ്രതിസന്ധികൾ ദൈവം വിടുവിച്ചു കഴിഞ്ഞപ്പോൾ, ലേറിയ, അവര് എന്നോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ലേറിയ. മാത്രമല്ല, അവർക്കുണ്ടായത് വലിയ കഷ്ടപ്പാട് ദൈവം വിടുതൽ കൊടുത്ത് വലിയ നന്മകൾ അവർക്ക് ലഭിച്ചപ്പം അവരെന്നെ വിളിച്ചൊരു പരിഹാസ രൂപേണെ ഞാൻ വന്ന് പോവുക വാസ എന്ന് പറഞ്ഞു. നല്ല കാര്യം. ലേറിയ. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. ദൈവം നന്മ അങ്ങോട്ട് കൊടുക്കുമ്പം ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ മറന്നു പോകുന്നവരുകൊണ്ട് പ്രിയശ്രോതാവേ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയശ്രോതാവേ, അല്ലേലൂയ, ദാവീദിനെ പോലെ പ്രാർത്ഥന ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ദാനിയേൽ, അല്ലേലൂയ, താൻ മുമ്പേ ചെയ്ത് വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതുപോലെ നീയും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകും. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദൈവം നിന്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകട്ടെ. സിംഹക്കുഴിയുടെ നടുവിൽ സിംഹത്തിന്റെ ഗുഹയുടെ മുമ്പിലാണ് നിൽക്കുന്നെങ്കിലും ഇരിയുന്ന തീച്ചുള്ള അനുഭവമാണെങ്കിലും ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെടാൻ നല്ല സമയത്താണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 145 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാത്തവർക്കായി രാജ്യത്തിന്റെ ഭരണാധികാരികളെ കർത്താവേ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മത സാമൂഹിക സംസ്കാരം ആദ്യമായി വീട്ടിൽ നിൽക്കുന്നവർക്കെതിരെ ലോകരാജ്യങ്ങളിൽ ഭൂണ്ടങ്ങളുമായി ജനത്തിനായി എല്ലാ ഭരണ സംവിധാനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യത്ത് കടന്നു കഷ്ടം സഹിക്കും നൊമ്പരപ്പെടുന്ന ഭാരം അനുഭവിക്കുന്നവർ, വേദനയുടെ ദുഃഖത്തിന്റെ സാമ്പത്തിക ഞെരുക്കൾ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക കഷ്ടം സഹിച്ചവർക്ക് താവേ വിസ കിട്ടാതെ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ടിന്റെ ഭാരാവധി കഴിഞ്ഞവർ, വിദേശത്തേക്ക് കടക്കലിയാൽ ഭാരപ്പെടുന്നവർ, നാട്ടിൽ കിടന്നു ഭാരപ്പെടുന്ന മടരാജ്യത്തിൽ കഷ്ടം സഹിക്കുന്നവരെ, വിവിധ വ്യാധികൾ കടന്നു പോകുന്നവരുടെ പാനിയർ വിദേശത്തും താവേ ഓരോ രാജ്യത്തും കടന്നു എടുത്ത് പെർമിറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, പെർമിറ്റ് കിട്ടാൻ വേണ്ടി ഭാരപ്പെടുന്നവരുടെ കർത്താവിനോട് ഇടപെട്ട വിഷയങ്ങൾ മറുപടി നൽകണം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കേരളത്തിലും ഭാരതത്തിലും ഈ കഷ്ടങ്ങൾ കടന്നു പോകുന്നവരുണ്ട്. വെടിക്കണയുടെ ശേഷത്തിൽ ഭാര്യ കൗമാരി യുവനത്തിൽ വാർത്ത യാചകർ, ഓർഫണേജ് തടവറയിലായിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിന്റെ തടി ഇവിടെ കടന്നു പോകുന്ന ആമയും കുടുംബം പോറ്റി ഭാരപ്പെടുന്ന മക്കളെ പബ്ലിക്ക് ഭാരപ്പെടുന്ന കുടുംബജീവിതം ചിഹ്നഭിന്നമായി മദ്യത്തെ മയക്കും ലഹരിക്കും അടിപ്പെട്ട് രാഷ്ട്രീയക്കാരുടെ പിടിയിൽ അമർന്ന് തീവ്രവാദി വർഗീയവാദ കീഴിൽ അമർന്ന് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മഹാവ്യാധിയിൽ കടന്നു പോകുന്നവർ, കടക്കണിയാൽ ചെലുത്തി നടപടി നേടുന്നവർ, ജീവിതത്തിൽ ബിസിനസ് ക്ഷീരമേൽ കാർഷികമായി പരാജയപ്പെട്ടവർ, മരണത്തിനായി കാത്തിരിക്കാൻ ആളുകളുണ്ട് കർത്താവേ. അങ്ങനെയുള്ള ജീവിതം ദൈവം സന്ദർശിക്കണമേ. കുടുംബത്തിൽ ഒറ്റപ്പെട്ട് കുടുംബജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ, ഭവനക്കാരെല്ലാം നിന്ദിക്കും ഉപഹാനിക്കും പരിഹസിച്ച് മാറ്റി നിർത്തുമ്പോൾ അതിനെ നടി ചേർത്ത് പിടിക്കും ദൈവമുണ്ടല്ലോ. ആ യേശുവിലേക്ക് ജനം കടന്നു ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ ജനം പ്രാർത്ഥിച്ച് കർത്താവേ ദാനിയേലിന്റെ സിംഹക്കുഴിയെ വിടുവിച്ച ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ഏത് പ്രശ്നം വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറച്ചു വിശ്വസിപ്പാൻ ജനത്തിന് ആത്മകണ്ണ് തുറക്കണമേ. 2 വീലർ 3 വീലർ 4 വീലർ യാത്ര ചെയ്യുന്ന ദൈവമക്കൾ കരയിലും കടലിലും ആകാശമാർഗം യാത്ര ചെയ്ത് സൂക്ഷിക്കണമേ. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിൽ മൈക്കിൽ ലഹരി അടിപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദത്തിൽ ഭീകരവാദ വാക്കുകൾ കിടക്കുന്നവർ, അക്രമം സൃഷ്ടിക്കുന്ന രക്തച്ചൊരിച്ചിൽ ഒഴുക്കുന്ന ഇവയൊക്കെ ദൈവം സന്ദർശിക്കുന്ന മനസ്സാന്തരം കൊടുക്കണമേ. ജനം കടന്നു പോകുന്ന സകല ദുരിതമണ്ഡലങ്ങൾ വിട്ടു കൊടുക്കണം. ദൈവത്തിന്റെ ദാസിദാസന്മാർ കേരളത്തിൽ വിദേശക്കത്താൻ വേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരുടെ തലമുറ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ മുഖാന്തരം ചേരി കിടക്കാൻ ദൈവദാസദാസന്മാരുടെ അവർക്കും വിടുതലും മോചനം കൊടുക്കണമേ. പൗലോസിനെയും ശിലാസിനെയും പത്രോസിനെയൊക്കെ വിടിവിച്ച ദൈവമേ, കരാഗനിയർ പ്രിയപ്പെട്ടവരൊക്കെ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ മഹത്വം എടുക്കണം. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.